ഒരു വിഭാഗം എന്തിനാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളുടെ വീട് റെയ്ഡ് ചെയ്തത് എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. കേരള പോലീസിനെ വിവരം അറിയിച്ചിട്ടില്ല. കേരളത്തിൽ ഉത്തരവാദപ്പെട്ട പോലീസുകാരെ ആരെയും വിവരം അറിയിക്കാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഉത്തരവ് പ്രകാരമാണ് ഇവിടെ റെയ്ഡ് നടത്തിയിട്ടുള്ളത്. എന്താണ് മോഡിയെ സംബന്ധിച്ചിടത്തോളം, അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഇത്തരമൊരു റെയ്ഡ് ഈ ദേശീയ നേതാക്കളുടെ വീടുകളിൽ നടത്തിയിട്ടുള്ളത്? എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? പോപ്പുലർ ഫ്രണ്ട് എന്ത് കുറ്റകൃത്യമാണ് ഈ അടുത്ത കാലത്ത് ഇന്ത്യ രാജ്യത്ത് ചെയ്തതായിട്ട് ആരോപണമുള്ളത്? അതൊന്നുമില്ലാതിരിക്കെ ഇത്തരത്തിലൊരു പ്രവൃത്തി നടത്തിയതിന്റെ കാരണം നമുക്ക് വ്യക്തമായിട്ടറിയാം. കേന്ദ്രത്തില് ഡൽഹിയുടെ അതിർത്തികള് മുഴുവൻ ബ്ലോക്ക് ചെയ്തുകൊണ്ട് പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമുള്ള കർഷകര്, ലക്ഷക്കണക്കിന് കർഷകര് തടിച്ചുകൂടി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രത്തിലെ മോഡി ഗവൺമെന്റ്, അമിത്ഷായും മോഡിയും നരേന്ദ്ര തോമർ എന്ന് പറയുന്ന കാർഷിക മന്ത്രിയും അവരോട് പറഞ്ഞത് ഒരു തരത്തിലുള്ള ചർച്ചയും ഞങ്ങൾ തയ്യാറില്ല, നിങ്ങൾ സമരം നിർത്തിയിട്ട് വാ, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുകയായിരുന്നു കേന്ദ്രമാധ്യം. പക്ഷേ ഈ സമരക്കാർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാതിരുന്നപ്പോൾ കേന്ദ്രം മുട്ടുമടക്കി അവരുടെ മുമ്പിൽ ചർച്ചയ്ക്ക് ചെന്ന് അവസാനം ചായ കൊടുത്തപ്പോൾ നിങ്ങളുടെ ചായ കുടിക്കാനല്ല ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് കർഷകർ ഇറങ്ങിപ്പോയി. അവർ വീണ്ടും സമരം ആരംഭിച്ചു. ഒരു മാസത്തേക്കുള്ള ഭക്ഷണവുമായിട്ടാണ് കർഷകർ അവിടെ എത്തിയിട്ടുള്ളത്. കേന്ദ്രം ഇപ്പോൾ മുട്ടുമടക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കർഷകരുടെ മുമ്പിൽ ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ മീഡിയകളും കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കർഷകരുടെ സമരമാണ്. മോഡി ഗവൺമെന്റ് മുട്ടുകുത്തുന്ന വാർത്തയാണ്. ഈ വാർത്തയിൽ നിന്ന് തൽക്കാലം ഒരു ആശ്വാസം കേന്ദ്ര ഗവൺമെന്റിന് കിട്ടണം. ആ ആശ്വാസത്തിന് എന്താണ് വഴി എന്ന് അന്വേഷിച്ചിട്ട് അവർ കണ്ടെത്തിയ ഒരു വഴി പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളുടെ വീടുകളിൽ റെയ്ഡ് നടത്തുക. അങ്ങനെയാണ് കേരളത്തിൽ ആരെയും അറിയിക്കാതെ ഇന്ന് പുലർച്ചെ റെയ്ഡ് നടന്നത്. ഞങ്ങളുടെ ചെയർമാൻ OMS സലാം സാഹിബിന്റെ വീട്ടില്, ഞങ്ങളുടെ കേന്ദ്ര സമിതി അംഗ കരമന അഷ്റഫ്മാരുടെ വീട്ടില്, കേന്ദ്ര നേതാവ് നസറുദ്ദീൻ എളമരത്തിന്റെ വീട്ടിലൊക്കെ ഇവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല എന്ന് എഴുതി കൊടുത്തിട്ട് ED പോയി. പ്രൊഫസർ കോയ സാഹിബിന്റെ വീട്ടിൽ നിന്നും ഒരു രേഖയും കിട്ടാതെ ED മടങ്ങിപ്പോകുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം രേഖയല്ല പ്രശ്നം. ഇന്നത്തെ വാർത്തയില് ജനം TV അടക്കമുള്ള ഈ വേശ്യ പണിയെടുക്കുന്ന ചാനലുകളില് ഈ വാർത്ത നിറയണം. ജനം ടിവിക്കാരൻ അവന്റെ ചാനലിലൂടെ വിഷം കൊടുക്കുന്നത് ഡൽഹി കലാപത്തിന് പണം കൊടുത്ത ആളാണത്രേ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നാട്ടുകാരനായ പ്രൊഫസർ P. കോയ ഡൽഹി കലാപത്തിനോ കാർഷിക കലാപത്തിനോ ഇനി ഇന്ത്യ രാജ്യത്ത് ഒരു കലാപത്തിനും ഒരു സമരത്തിനും ഒരാളും പണം കൊടുക്കേണ്ടതില്ല. ജനം മുഴുവൻ പൊരുതാനൊരുമിച്ച് ഈ ഭരണത്തിൽ ഗതികേട് കൊണ്ട് കർഷകര്, തൊഴിലാളികള്, മുഴുവൻ ആളുകൾ തെരുവിലിറങ്ങുമ്പോ ഒരു പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായമോടെ വേണ്ട. ജനങ്ങൾ സമരത്തിലാണ്. ഈ ഗവൺമെന്റിന്റെ അവസാനത്തെ സമരം ഇന്ത്യ രാജ്യത്ത് ഇതാ ആരംഭിച്ചിരിക്കുന്നു. ഡൽഹിയുടെ തെരുവോരങ്ങളിൽ ഒരിക്കലും പോപ്പുലർ ഫ്രണ്ടിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ഒരു ഭരണാധികാരിയും വിചാരിക്കണ്ട. ആണിന് പിറന്നവനാണെങ്കിൽ ഞങ്ങൾ പറയുകയാണ്, തന്റെ ഇടത്തോടെ EDയെ മുന്നിൽ നിർത്തിയിട്ടുള്ള ആ നാടകം മോഡി അവസാനിപ്പിച്ചിട്ട് ആണാണെങ്കിൽ ഇറങ്ങുക. EDയെ മുൻനിർത്തിയിട്ടുള്ള ഈ നാടകമുണ്ടല്ലോ, അത് നിങ്ങൾ അവസാനിപ്പിക്ക്. ശിഖണ്ഡിയെ മുൻനിർത്തി ജയിച്ച കഥകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഐതിഹ്യങ്ങളില്. അതിവിടെ വില പോകാൻ പോകുന്നില്ല. നിങ്ങൾ ശിഖണ്ഡിയെ മാറ്റി നിർത്തിയിട്ട് നേരിക്ക് പോരാടാൻ RSS തയ്യാറുണ്ടെങ്കിൽ ഞങ്ങളും തയ്യാറാണ്. ഇന്ത്യ രാജ്യത്ത് ഇതുപോലെ ആക്കിയ ഞങ്ങൾക്കറിയാം ഇതെങ്ങനെ സംരക്ഷിക്കണമെന്ന്. അല്ലാതെ മോഡി നശിപ്പിക്കുന്നത് പോലെ, അമിത്ഷാ നശിപ്പിക്കുന്നത് പോലെ ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാനല്ല ഈ രാജ്യത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിടുവായുത്തങ്ങള്, ഇത്തരത്തിലുള്ള ചതിപ്പണികൾ നിർത്തിവെച്ചുകൊണ്ട് നേർക്ക് നേരെയുള്ള പോരാട്ടത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ പോപ്പുലർ ഫ്രണ്ടും തയ്യാറാണ്. ED ഇവിടെ നിന്ന് മടങ്ങിപ്പോയതുപോലെ, നാണം കെട്ട് മടങ്ങിപ്പോയതുപോലെ മോഡി ഗവൺമെന്റ് നാണം കെട്ടിറങ്ങിപ്പോകുന്ന ഒരു ദിവസം വരും. ആ ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാത്തു നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതുവരെ പോപ്പുലർ ഫ്രണ്ട് ഈ പോരാട്ടത്തിനുണ്ടാകും. നിങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.